പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോൺടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവരുടെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാതെ രണ്ടെണ്ണം മാറ്റല്ലേ, രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് സ്വയം പുകഴ്ത്തലിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ത് ചെയ്തില്ല എന്ന് ഇത് നോക്കിയാൽ മതിയെന്നും അദ്ദേഹം പരിഹസിച്ചു. ദേശീയപാത പൊളിഞ്ഞു വീഴുന്നത് പോലെ സർക്കാരിന്റെ വ്യാജ നിർമ്മിതികളും പൊളിഞ്ഞു വീഴുകയാണെന്നും VD സതീശൻ പറഞ്ഞു. 326 പേജുള്ള സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ വിവിധ മേഖലകളിലായി സർക്കാർ സൃഷ്ടിച്ച തൊഴിലവസരങ്ങളും കിഫ്ബി വഴി നടപ്പിലാക്കിയ പദ്ധതികളും അടക്കമിട്ട് വിവരിച്ചിരുന്നു. വിഴിഞ്ഞം പദ്ധതി, മലയോര തീരദേശ റോഡ് വികസനം, K-ഫോൺ അടക്കം നേട്ടങ്ങളായി സർക്കാർ അവതരിപ്പിച്ചു. ദേശീയപാതയെ പ്രധാന നേട്ടമായും പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഉയർത്തിയിരുന്നു. എന്നാൽ ഇവയെല്ലാം വ്യാജ അവകാശവാദങ്ങളാണെന്നാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്. ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ വില വർദ്ധിപ്പിച്ചത് UPA സർക്കാരാണെന്ന് VD സതീശൻ പറഞ്ഞു. അശാസ്ത്രീയ നിർമ്മിതികളാണ് നടക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ദേശീയപാതയിൽ 100-ലധികം വിള്ളലുകളാണുള്ളത്. പാലാരിവട്ടം പാലം ഇതുപോലെ തകർന്നു വീണോ? അദ്ദേഹം ചോദിച്ചു. നമുക്കറിയാം, സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്നലെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി. ആ പ്രോഗ്രസ് റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ഒരു സ്വയം പുകഴ്ത്തൽ റിപ്പോർട്ടാണെങ്കിലും അതിലെ വിവിധ ഭാഗങ്ങൾ വായിച്ചു നോക്കുമ്പോൾ സർക്കാർ എന്ത് ചെയ്തില്ല എന്നതാണ് ആ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെല്ലാം. ഈ ഹൈവേ തകർന്ന് വീഴുന്നതിന് മുമ്പ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതുകൊണ്ട് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദം നാഷണൽ ഹൈവേ പണിതെന്നുള്ളതാണ്. അതിനിടയിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ആ മുതൽ ക്ഷ വരെയുള്ള മുഴുവൻ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു പങ്കില്ല എന്ന് 100 സ്ഥലത്തായി ഇപ്പോൾ വിള്ളൽ വീഴുന്നു. അത് പറഞ്ഞോടുകൂടി തീർത്തു. യഥാർത്ഥത്തിൽ ഈ ഒലിച്ചു പോകുന്ന മണ്ണിൽ പണിതുയർത്തിയ നിർമ്മിതികൾ തകർന്നു വീഴുന്നത് പോലെ കാലിൻ്റെ അടിയിൽ നിന്നും മണ്ണ് ചോർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സർക്കാർ കെട്ടിപ്പൊക്കിയ വ്യാജ അവകാശവാദങ്ങളെല്ലാം നിലംപതിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. K-ഫോൺ പദ്ധതിയും വിജയിച്ചില്ലെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. 20 ലക്ഷം പേർക്ക് സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. 6000-ലേറെ കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇതുവരെ കണക്ഷൻ കൊടുക്കാൻ സാധിച്ചത്. BSNL നിന്നും സേവനമെടുത്താണ് K-ഫോൺ നൽകുന്നത്. ഇടുക്കി പാക്കേജും വയനാട് പാക്കേജും നടപ്പാക്കാനായില്ല, അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.